കെട്ടിലോട് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CI2ന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. യൂണിയൻ ചേർത്തല, അരൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ചേർത്തല മുനിസിപ്പൽ മൈതാനിയിലാണ് നടന്നത്. കെട്ടിലോട് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CI2ന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജാഥ തുടരുന്നു. ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം. യൂണിയൻ ചേർത്തല, അരൂർ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, വിവിധ സ്ഥാപനങ്ങളിൽ നിശ്ചയിച്ച കൂലി വർധനവ് നടപ്പാക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, തൊഴിലാളി സംരക്ഷണത്തിന് ബദൽ നയം ഉയർത്തുന്ന LDF സർക്കാരിന് കരുത്ത് പകരുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മണിശങ്കരാണ് ജാഥ ക്യാപ്റ്റൻ. AM സുന്ദരൻപിള്ള, KC രാജഗോപാൽ, TR സോമൻ, കോശി അലക്സ്, AM രാജഗോപാൽ എന്നിവരാണ് ജാഥാംഗങ്ങൾ. യൂണിയൻ ചേർത്തല, അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചത്. CI2 ദേശീയ കൗൺസിൽ അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. 127 രാജ്യങ്ങളിലെ പട്ടിണിക്കാരുടെ കണക്കെടുത്തപ്പോൾ നമ്മുടെ രാജ്യം 105ാം സ്ഥാനത്താണ്. പട്ടിണിയാണ്. ഈ പട്ടിണിക്കാരിൽ മഹാഭൂരിപക്ഷം പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. അവരാണ് ഓരോ ദിവസവും പാപ്പരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ തൊഴിലിന് യാതൊരു സുരക്ഷിതത്വം ഇല്ല. തൊഴിൽ ദിനങ്ങൾ വലിയ രൂപത്തിൽ വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ തൊഴിൽ മേഖലയാണ്. പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ആ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ ജോലിക്ക് ഒരു സ്ഥിരതയുമില്ലാത്ത സ്ഥിതിയിലേക്ക്. അതെങ്ങനെ വന്ന 44 നിയമങ്ങൾ ഇന്ത്യയിൽ നിലനിന്ന 44 നമ്മളൊക്കെ സമരം ചെയ്ത് ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നേടിയെടുത്ത അവകാശങ്ങളാണ്, നിയമങ്ങളായിരുന്നു. ആ 44 നിയമങ്ങളെ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് 3 കോഡാക്കി. അത് 3 കോഡാക്കി പാർലമെന്റിൽ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കി. ഇപ്പോൾ BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫലമായ എന്താ? സ്ഥിരം തൊഴിലെന്ന് പറഞ്ഞാൽ തൊഴിലേ ഇല്ല. രാജ്യത്ത് നിക്ഷേപം വരണമെങ്കിൽ അയവേറിയ സമീപനങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് അധ്യക്ഷനായി. കൺവീനർ K അജയൻ സ്വാഗതം പറഞ്ഞു. NR ബാബുരാജ്, B വിനോദ്, P ഷാജിമോഹൻ, PD രമേശൻ, ഷെർലി ഭാർഗവൻ, A സാബു, TV ദേവദാസ്, BA പരമേശ്വരൻ, KB സന്തോഷ്, R രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ CK മണിശങ്കർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.